നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ പച്ചക്കറി തൈൻ്റെ വിത്ത് പാകുന്ന രീതികളാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ നിങ്ങൾ പച്ചക്കറി തൈയുടെ വിത്ത് പാകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി മുളച്ചു വരികയും അതുപോലെ തന്നെ നല്ല കരുത്തോടെ വളരുകയും ചെയ്യും. ഇത് നോക്കൂ, ഞാൻ ഇന്നലെ സൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ച വിത്തുകളാണ് ഈ ബക്കറ്റിൽ കാണുന്നത്. ഇത് നമുക്കൊരു തുണി ഉപയോഗിച്ചുകൊണ്ട് അരിച്ചെടുത്ത വിത്തുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ ഒരുപാട് വിത്തുകൾ ഉണ്ട് കേട്ടോ. ഇത് നോക്ക്, ഇത് പടവലത്തിൻ്റെ വിത്തുകളാണ്. അതുപോലെ തന്നെ ഇത് പയറിൻ്റെ വിത്തുകൾ, കൂടാതെ വെണ്ടയുണ്ട്, പിന്നെ കുക്കമ്പറിൻ്റെ വിത്തുകളുണ്ട്. വിത്തുകൾ പാകാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ് ഉപയോഗിച്ചത് കേട്ടോ. വിത്തുകൾ പാകുമ്പോൾ നോക്കുമ്പോൾ ഇതുപോലെ കൈ ചെറുതായി പ്രസ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചത് ഒരു 100 ഗ്ലാസ് ഉണ്ട് കേട്ടോ. 100 വിത്തുകളുണ്ട് ഇതിൽ. വിത്ത് പാകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു സ്പ്രെയർ എടുത്തിട്ടുള്ള ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. പയറിൻ്റെ വിത്തുകളും വെണ്ടയുടെ വിത്തുകളും അതുപോലെ തന്നെ കുക്കമ്പറിൻ്റെ വിത്തുമൊക്കെ 4-5 ദിവസം കൊണ്ട് മുളച്ച് വരും കേട്ടോ. പടവലത്തിൻ്റെ വിത്ത് മുളച്ച് വരാൻ കാലതാമസം പിടിക്കും. വിത്ത് പാകുന്നതിന് ഞാനിവിടെ ഉപയോഗിച്ച് 2 കപ്പ് മണ്ണ്, അതുപോലെ തന്നെ 2 കപ്പ് ചകിരിച്ചോറ്, കൂടാതെ NPK മിശ്രിതമടങ്ങിയ വളം ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടുമുറ്റത്ത് അടിപൊളി പച്ചക്കറി തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്